ഒരു വാക്യം ആധാരമായി വായിക്കുന്നു. യിരെമ്യാ പ്രവാചന പുസ്തകം 36-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 36 വേഴ്സ് 4. 36-ാം അധ്യായം 4-ാമത്തെ വാക്യം. അങ്ങനെ യിരെമ്യാവ് നേര്യാവിന്റെ മകനായ ബാരൂക്കിനെ വിളിച്ചു. യഹോവ യിരെമ്യാവോട് അരുളി ചെയ്ത സകല വചനങ്ങളെയും അവന്റെ വാമൊഴി പ്രകാരം ബാരൂക്ക് ഒരു പുസ്തക ചുരുളിൽ എഴുതി. തലകളെ ദൈവസന്നിധിയിൽ വണക്കി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ പാദപീഠം ചേർന്നു വന്ന് മാറ്റമില്ലാത്ത അങ്ങയുടെ വചനത്തിന് കാതോർക്കുവാൻ ഞങ്ങളുടെ ആയുസ്സിന് നീട്ടിത്തന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞാനോ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയത് കൊണ്ട് ഉണർന്നു എന്ന് പറയുവാൻ തമ്പുരാൻ ഞങ്ങൾക്ക് തുണയായതോർത്ത് സ്തോത്രം. തമ്പുരാനെ, നിന്റെ സന്നിധിയിടുന്ന ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനാങ്ങടിനെ ദൂഷന്റെ മറവിൽ മറയ്ക്കണം. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും നിന്റെ സന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന ഈ പ്രിയ മക്കളെ നിന്റെ വചനത്താൽ അനുഗ്രഹിക്കണം. എല്ലാ മഹത്വവും തമ്പുരാൻ എടുക്കണം. യേശു മശിഹ മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. അങ്ങനെ യിരെമ്യാവ് നേര്യാവിന്റെ മകനായ ബാരൂക്കിനെ വിളിച്ചു. യഹോവ യിരെമ്യാവോട് അരുളി ചെയ്ത സകല വചനങ്ങളെയും അവന്റെ വാമൊഴി പ്രകാരം ബാരൂക്ക് ഒരു പുസ്തക ചുരുളിൽ എഴുതി. യിരെമ്യാവിനെ കുറിച്ച് നാം ധാരാളം ധ്യാനിക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. എന്നാൽ യിരെമ്യാവിന്റെ ശുശ്രൂഷയിൽ വളരെയധികം സമർപ്പണത്തോടെ തന്നോടൊപ്പം വേല ചെയ്ത് തന്റെ പ്രിയ ശിഷ്യനായ ബാരൂക്കിനെ കുറിച്ച് നമ്മൾ അധികം അപ്രകാരം ധ്യാനിക്കാറില്ല. യെരുശലേമിലെ വടക്ക് കിഴക്കേ പ്രദേശമായ അനാദോത്തിലെ പുരോഹിതനായ ഹിൽക്കിയാവിന്റെ മകനായിരുന്നു യിരെമ്യാവ് എന്ന് നമുക്കറിയാം. BC 650 ജനിക്കുന്നത്. യിരെമ്യാവ് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്കത് വായിക്കുവാൻ സാധിക്കും. ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട് അഹരോന്റെ മക്കൾക്ക് നൽകപ്പെട്ട ഒരു ലേവിയ പട്ടണമായിരുന്നു അനാദോത്ത്. അനാദോത്ത് എന്ന പേരിന്റെ അർത്ഥം തന്നെ ആൻസർ എന്നാണ്, ഉത്തരം എന്നാണ് അനാദോത്ത് എന്ന സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ആ പേരിന്റെ അർത്ഥം. യിരെമ്യാ പ്രവാചകനിലൂടെ ആ പേര് അന്വർത്ഥമായി. ഇസ്രായേൽ ചരിത്രത്തിലെ സങ്കീർണമായ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിച്ച പ്രവാചകനായിരുന്നു യിരെമ്യാവ്. യിരെമ്യാവ് എന്ന പേരിന്റെ അർത്ഥം യാഹുവേ വിൽ എക്സോൾട്ട് എന്നാണ്. യഹോവ ഉയർത്തപ്പെടും, യഹോവ ഉയർത്തപ്പെടുമെന്നാണ് യിരെമ്യാവ് എന്ന പേരിന്റെ അർത്ഥം. യഹൂദ രാജ്യത്തെ മാതൃകയോടെ ഭരിച്ച ഭക്തനായ യോശിയ രാജാവിന്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ BC 627 ദൈവം യിരെമ്യാവിനെ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്നത്. യിരെമ്യാ പ്രവാചന പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്കത് വിശദമായി വായിക്കുവാനായിട്ട് സാധിക്കും. തന്റെ യൗവന പ്രായത്തിൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഏകദേശം 23 വയസ്സ് പ്രായമാണ് യിരെമ്യാവിന്. 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ യിരെമ്യാവിന്റെ തെരഞ്ഞെടുപ്പിനെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം പറയേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ നാം വായിക്കുന്നത് 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ 3 നിസ്തുല്യത അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായി പറയുന്നത്, ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്നാണ്. ഗോഡ് ന്യൂ, ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. യഹോവ അറിഞ്ഞവനാണ് യിരെമ്യാവ്. അവിടെ രണ്ടാമതായി പറയുന്നു, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരും മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഗോഡ് സാങ്ക്ടിഫൈഡ് യു, ദൈവം വിശുദ്ധീകരിച്ചവൻ യിരെമ്യാവ്. മൂന്നാമതായി നമ്മുടെ വായിക്കുന്നത്, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഗോഡ് അപ്പോയിന്റഡ് യു, ദൈവം നിയോഗിച്ചവനാണ് യിരെമ്യാവ്. ഒറ്റ വാക്യത്തിൽ പറയുന്ന വളരെ ശ്രേഷ്ഠമായ 3 അനുഭവമാണ്. യഹോവ അറിഞ്ഞവനാണ് യിരെമ്യാവ്, യഹോവ വിശുദ്ധീകരിച്ചവനാണ് യിരെമ്യാവ്, യഹോവ നിയോഗിച്ചവനാണ് യിരെമ്യാവ്. തന്റെ പരിമിതികളും തന്റെ അയോഗ്യതകളും തന്റെ നിസ്സാരതകളും എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവം നൽകിയ ഈ വലിയ നിയോഗത്തിൽ നിന്ന് പിന്മാറുവാൻ ആഗ്രഹിച്ച് യിരെമ്യാവിന്റെ അധരത്തെ ദൈവം തൊട്ടു എന്ന് 1-ാം അധ്യായത്തിന്റെ
9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അതായത് എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ദൈവത്താൽ അപ്രകാരം നിയോഗിതനായ ദൈവത്തിന്റെ പ്രവാചകൻ, പഴയ നിയമത്തിലെ 4 പ്രധാന പ്രവാചകന്മാരിൽ, വലിയ പ്രവാചകന്മാരിൽ ഒരുവൻ, യെശയ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, അവരോടൊപ്പം എണ്ണപ്പെട്ട വലിയ പ്രവാചകൻ ഒരുവനായിരുന്നു യിരെമ്യാവ് എന്ന് നമുക്കറിയാം. യിരെമ്യാവിന്റെ കാര്യദർശിയായി അല്ലെങ്കിൽ സെക്രട്ടറിയായി, പകർപ്പെഴുത്തുകാരനായി, മരണപര്യന്തം വിശ്വസ്തതയോടെ ശുശ്രൂഷ ചെയ്ത് ബാരൂക്കാണ് നമ്മുടെ ധ്യാന വിഷയം. ബാരൂക്ക് അനുഗ്രഹീത കുടുംബത്തിന്റെ ഭാഗമായിരുന്നു. ഹി ഹാഡ് എ വെരി ബ്ലസ്സഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. മഹസ്യാവിന്റെ മകനായ നേരിയാവിന്റെ മകനായിരുന്നു ബാരൂക്ക്. അപ്പന്റെ പേര് പറയുന്നുണ്ട് നേരിയാവ്. ബാരൂക്കിന്റെ പേര് പരാമർശിക്കുന്ന 10-ലധികം വേദഭാഗങ്ങളിൽ ബാരൂക്കിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം നേരിയാവിന്റെ മകനായ ബാരൂക്ക് എന്ന് പ്രത്യേക പരാമർശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ പരിപൂർണമായി ശരണപ്പെട്ട ഒരപ്പന്റെ മകനാണ് ബാരൂക്ക്. നേരിയാവ് എന്ന വാക്കിന്റെ അർത്ഥം ലൈറ്റ് ഓഫ് യാഹുവേ എന്നാണ്. ലോർഡ് ഈസ് മൈ ലാമ്പ് എന്നും അർത്ഥമുണ്ട്. യഹോവയുടെ പ്രകാശം, യഹോവ എന്റെ വെളിച്ചം. അപ്പോൾ അപ്പന്റെ പേരിന്റെ അർത്ഥം, നേരിയാവ് എന്ന പേരിന്റെ അർത്ഥം ലൈറ്റ് ഓഫ് യാഹുവേ, ലോർഡ് ഈസ് മൈ ലാമ്പ്, യഹോവയുടെ പ്രകാശം, യഹോവ എന്റെ വെളിച്ചം. അന്ധകാര നിബിഡമായ ഇസ്രായേലിന്റെ മണ്ണിൽ സത്യപ്രകാശമായ യഹോവയിലേക്ക് തന്റെ മക്കളെ നയിച്ച ഭക്തനായ ഒരപ്പന്റെ മക്കളാണ്. 2 മക്കളുടെ പേരുകളും പ്രത്യേകതയുള്ള പേരുകളാണ്. ബാരൂക്ക് എന്ന പേരിന്റെ അർത്ഥം ബ്ലസ്സഡ് എന്നാണ്, അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ്. യിരെമ്യാവിന്റെ കാര്യദർശിയായി ശുശ്രൂഷ ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട ബാരൂക്ക് എന്ന പേരിന്റെ അർത്ഥം ബ്ലസ്സഡ്, അനുഗ്രഹിക്കപ്പെട്ടവൻ. ബാരൂക്കിന്റെ സഹോദരനുണ്ട്, സെരായാവ് എന്നാണ് സഹോദരന്റെ പേര്. സെരായാവ് എന്ന വാക്കിന്റെ അർത്ഥം സോൾജർ ഓഫ് യാഹുവേ എന്നാണ്. യഹോവയുടെ പടയാളി എന്നാണ് സെരായാവ് എന്ന തന്റെ അടുത്ത മകന്റെ പേര്. യിരെമ്യാവ് 51-ാം അധ്യായത്തിന്റെ 59 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് യഹോവയുടെ അരുളപ്പാട് അറിയിക്കുവാൻ ദൈവം സെരായാവിനെയും തിരഞ്ഞെടുത്തു എന്നാണ്. അപ്പോൾ യഹോവയുടെ പടയാളിയായി ശുശ്രൂഷ ചെയ്യപ്പെട്ട ഒരു സെരായാവും അനുഗ്രഹിക്കപ്പെട്ടവരെന്ന പേരിന് അർത്ഥം കുറിക്കുന്ന ഒരു ബാരൂക്കും, തന്റെ പേര് പോലെ തന്നെ ഇസ്രായേൽ ചരിത്രത്തിലെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി ബാരൂക്ക് മാറി. ഭൗതിക നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ബാരൂക്ക് അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നത്. ഇന്ന് പലപ്പോഴും അനുഗ്രഹത്തെ വിവക്ഷിക്കുന്നതൊക്കെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ്, സ്ഥാനമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ഭൗതിക നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ഈ ലോകങ്ങളിലെ സുഖ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും അനുഗ്രഹത്തെ നാം വിവക്ഷിക്കുന്നത്. എന്നാൽ ഭൗതികമായ നേട്ടങ്ങളോ, അധികാരത്തിന്റെ ശക്തിയോ, വലിയ സ്വാധീനമോ, ലൗകികമായ സുഖ സൗകര്യങ്ങളോ, സുരക്ഷിതമായ ജീവിതാനുഭവങ്ങളോ, സ്ഥാനമാനങ്ങളോ, ബഹുമതികളോ ഒന്നുമല്ല ബാരൂക്കിന്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റിയത്. ഹൗ വാസ് ബാരൂക്ക് ബ്ലസ്സഡ്? എങ്ങനെയാണ് ബാരൂക്ക് അനുഗ്രഹിക്കപ്പെട്ടവനായി മാറിയത്? ബാരൂക്ക് ഏത് മേഖലയിലാണ് അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നത്? ഇന്ന് പ്രധാനത്തിൽ ദൈവവചനം പ്രഘോഷിക്കുന്ന ഞാനും വചനം വളരെ ആവലോടെ കേൾക്കുന്ന ദൈവജനവും ഏത് മേഖലയിലാണ്, എപ്രകാരമാണ് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരേണ്ടത്? അതാണ് ഇന്നും നാളെയും ഒക്കെയുള്ള ധ്യാനങ്ങളിൽ നിങ്ങളോട് പങ്കിടുവാൻ വളരെ പ്രാർത്ഥനയോടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ബാരൂക്ക് അനുഗ്രഹിക്കപ്പെട്ടത് ദൈവവചനത്തോടുള്ള ബന്ധത്തിലാണ്, ദൈവവചനത്തിന്റെ ശുശ്രൂഷയിലാണ്. ഹി വാസ് ബ്ലസ്ഡ് ഇൻ ദ മിനിസ്ട്രി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനവുമായുള്ള ബന്ധത്തിൽ, ന്യായപ്രമാണവുമായുള്ള ബന്ധത്തിലാണ് ബാരൂക്ക് ഒന്നാമതായി അനുഗ്രഹിക്കപ്പെട്ടത്. 35-ാം അധ്യായത്തിലാണ് യിരെമ്യാവ് ബാരൂക്കിനെ തന്റെ അടുക്കൽ വിളിച്ച് ദൈവവചനത്തിന്റെ ശുശ്രൂഷ അവനെ ഭരമേൽപ്പിക്കുന്നത്. യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിലാണ് യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാട് ലഭിക്കുന്നത്. 36-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എന്താണ് അരുളപ്പാട്? യഹോയാക്കീമിന്റെ പിതാവായ യോശിയാവിന്റെ കാലം മുതൽ ഇന്ന് വരെയും യഹോവ ഇസ്രായേലിനോടും യഹൂദയോടും സകല ജാതികളോടും അരുളി ചെയ്ത
എല്ലാ വചനങ്ങളും ഒരു പുസ്തക ചുരുൾ മേടിച്ച് എഴുതി വെക്കുക എന്നുള്ള വളരെ ശ്രേഷ്ഠമായ, വളരെ ശ്രമകരമായ നിയോഗമാണ് യിരെമ്യാവ് ബാരൂക്കിനെ ഭരമേൽപ്പിച്ചത്. വളരെ ലാഘവത്തോടെ നമുക്കതിനെ കാണാനായിട്ട് സാധ്യമല്ല. യഹോവയുടെ വചനം എഴുതുക, യഹോവയുടെ വചനം ഒരു സാക്ഷ്യമാണ്, യഹോവയുടെ വചനം ഒരു അടയാളമാണ്, യഹോവയുടെ വചനം ഒരു ജ്ഞാപകമാണ്. അത് ദൈവജനത്തിന്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോകാതെ എന്നും നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് യിരെമ്യാവ് ഈ ദൗത്യം ബാരൂക്കിനെ ഏൽപ്പിക്കുന്നത്. ഈ പവിത്രമായ ശുശ്രൂഷ ബാരൂക്കിനെ ഭരമേൽപ്പിക്കാൻ കാരണം എന്താണ്? യിരെമ്യാവ് വാമൊഴിയായി പറയുന്ന യഹോവയുടെ വചനങ്ങൾ ബാരൂക്ക് ശ്രദ്ധയോടെ പുസ്തക ചുരുൾ വാങ്ങി എഴുതി വെക്കുമെന്ന് യിരെമ്യാവിന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഏറെ ശ്രദ്ധ ആവശ്യമുള്ള ശുശ്രൂഷ, ഏറെ ക്ഷമ ആവശ്യമുള്ള ശുശ്രൂഷ, ഏക സഹിഷ്ണുത ആവശ്യമുള്ള ശുശ്രൂഷ, ഏറെ കാത്തിരിപ്പിന്റെ ആത്മാവിനാൽ നിറയപ്പെടേണ്ട ശുശ്രൂഷ, ഏറെ ഏകാഗ്രത ആവശ്യമുള്ള ശുശ്രൂഷ, ദൈവിക പരിജ്ഞാനം ആവശ്യമുള്ള ശുശ്രൂഷ, ദൈവാശ്രയത്തോടെ ചെയ്യേണ്ട ശുശ്രൂഷ, വളരെ പ്രാർത്ഥനയോടെ നിറവേറ്റേണ്ട ശുശ്രൂഷ. ഈ പരിശുദ്ധമായ നിയോഗം അപ്രകാരമല്ലാതെ നിറവേറ്റാനായിട്ട് കഴിയുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ഗുണഗണങ്ങളെല്ലാം ഒത്തുചേർന്ന് ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ബാരൂക്കിനെ യിരെമ്യാവ് ഈ വലിയ ദൗത്യം ഭരമേൽപ്പിച്ചത്. യഹോവയുടെ അരുളപ്പാടുകളെ ലാഘവത്തോടെ ഒരു കാലത്തും ആരും സമീപിപ്പാൻ പാടില്ല. കാരണം എന്താണ്? അത് യഹോവയുടെ അരുളപ്പാടാണ്. Thus says the Lord. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല. Thus says the Lord. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 36-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ബാരൂക്ക് തന്നോട് അരുളി ചെയ്ത സകല വചനങ്ങളെയും ഒരു പുസ്തക ചുരുളിൽ എഴുതി എന്നാണ്. He was not a scribe, a writer. ഇസ്രായേലിന്റെ നിയമങ്ങളെ, പ്രമാണങ്ങളെ കുറിച്ച് അവഗാഹമായ അറിവുണ്ടായിരുന്ന ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ബാരൂക്ക്. ദൈവ വചനം ഒരു രേഖയായി, ഒരു പ്രമാണമായി എഴുതി സൂക്ഷിക്കുന്ന ഈ ഉത്തരവാദിത്വം വളരെ വിശ്വസ്തതയോടെ ബാരൂക്ക് നിർവഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, എഴുതപ്പെടുന്ന വചനം ഒരു രേഖയാണ്, എഴുതപ്പെടുന്ന വചനം ഒരു അടയാളമാണ്, എഴുതപ്പെടുന്ന വചനം മായ്ക്കുവാൻ കഴിയാത്തതാണ്. നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യണം. എഴുതപ്പെടുന്ന വചനം എല്ലായ്പ്പോഴും വായിക്കുവാൻ പര്യാപ്തമാണ്. എഴുതപ്പെടുന്ന വചനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ കഴിയുന്നതാണ്. എഴുതപ്പെടുന്ന വചനം കൈമാറ്റം ചെയ്യാൻ എളുപ്പമാണ്. എഴുതപ്പെടുന്ന വചനം ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളാണ്. എവിടെയാണ് ഈ കാലത്ത് ദൈവവചനം എഴുതപ്പെടേണ്ടത്? ദൈവവചനം എഴുതപ്പെടേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വേദപുസ്തകം വളരെ ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു ആഹ്വാനമാണിത്. വചനം എഴുതപ്പെടേണ്ടത് എവിടെയാണ്? God's word to be written in our hearts. നമ്മുടെ ഹൃദയമാകുന്ന പച്ച മാംസപ്പലകമേലാണ് ദൈവവചനം എഴുതപ്പെടേണ്ടത്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവവചനം കൈമേൽ അടയാളമായും കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ മോശ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വീട്ടിൽ കട്ടളകളിൽ മേലും പടിവാതിക്കൽ മേലും എഴുതപ്പെടണം. നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കണമെങ്കിൽ വചനം എഴുതപ്പെടണം. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും ജ്ഞാനികളുടെ ജ്ഞാനിയെ ശലോമോൻ വീണ്ടും പറയുന്നു, എന്റെ കൽപ്പനകൾ നിന്റെ ഹൃദയപ്പലകമേൽ എഴുതുക. ഹല്ലേലൂയ. യിരെമ്യാവ് 31-ന്റെ 33-ലും എബ്രായർ 8-ന്റെ 10, എബ്രായർ 10-ന്റെ 16 അവിടെയെല്ലാം പറയുന്നത് എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയത്തിൽ എഴുതുമെന്നാണ്. 2 കൊരിന്ത്യർ 3-ന്റെ 3-ൽ പൗലോസ്ലീഹ എഴുതി വെക്കുന്നു, ക്രിസ്തുവിന്റെ പത്രം കൽപ്പലകയിൽ മഷി കൊണ്ടല്ല ഹൃദയമെന്ന മാംസപ്പലകമേൽ തന്നെ എഴുതിയിരിക്കുന്നത് എന്നാണ്.
ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ആലേഖനം ചെയ്യപ്പെട്ടവരാണ് അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനത്തോട് ചേർന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. ദൈവവചനം ഹൃദയത്തിൽ എഴുതപ്പെട്ടവരാണ് ഈ ഭൂമിയിൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവർ. ദൈവവചനം എഴുതുക മാത്രമല്ല, എഴുതിയപ്പോൾ തന്റെ ഉത്തരവാദിത്വം തീർന്നില്ല. വചനം എഴുതി പൂർത്തിയാക്കിയതിലൂടെ ബാരൂക്കിനെ അടുത്ത ശുശ്രൂഷ യിരെമ്യാവ് ഭരമേൽപ്പിക്കുകയാണ്. 36-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ബാരൂക്കെ, ഞാൻ യഹോവയുടെ അരുളപ്പാട് അറിയിച്ചതിന്റെ പേരിൽ, ന്യായവിധി പ്രഘോഷിച്ചതിന്റെ പേരിൽ ഞാനിപ്പോൾ എവിടെയാണ്? വചന ശുശ്രൂഷ നിർവഹിച്ചതിന്റെ പേരിൽ ഞാനിപ്പോൾ കാവൽ പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പീഡനം അനുഭവിക്കുകയാണ്. ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ കാരാഗ്രഹത്തിലാണ്. ഇനിയും ഈ വചനം എങ്ങും പോയി പ്രഘോഷിപ്പാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ആലയത്തിലേക്ക് പോയി അരുളപ്പാടുകൾ അറിയിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള കഠിനമായ വൈതരണിയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ബാരൂക്കെ, നീ രേഖയെല്ലാം എഴുതിയല്ലോ. ഒരു കാര്യം കൂടെ ഞാൻ നിന്നോട് പറയട്ടെ, എനിക്ക് വേണ്ടി ഈ ദൗത്യം നീ നിറവേറ്റണം. എന്താണ്? എഴുതിയ വചനം പ്രഘോഷിക്കണം. എഴുതിയ വചനം പ്രഘോഷിപ്പാനുള്ള വലിയ ഉത്തരവാദിത്തം ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുകയാണ്. ദൈവവചനം എഴുതുക മാത്രമല്ല, ആ എഴുതിയ വചനം അറിയിക്കുക എന്ന അപകടകരമായ ത്യാഗപൂർണമായ നിയോഗം കൂടെ അന്ന് യിരെമ്യാവ് ബാരൂക്കിനെ ഭരമേൽപ്പിക്കുകയാണ്. ബാരൂക്കിന് അറിയാം, യഹോവയുടെ വചനങ്ങൾ മുഖം നോക്കാതെ അറിയിച്ചതിന്റെ പേരിൽ ആണ് യിരെമ്യാവ് ഇന്ന് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. ജനത്തിനും സകല യഹൂദ മക്കൾക്കും അപ്രിയകരമായ സത്യങ്ങൾ, യഹോവയുടെ ന്യായവിധിയുടെ അരുളപ്പാടുകൾ ആലയത്തിൽ പോയി എല്ലാ യഹൂദന്മാരോടും വിളിച്ചു പറയണം എന്നുള്ള ദൗത്യം ബാരൂക്ക് ഭയപ്പെട്ടില്ല. ബാരൂക്ക് പേടിച്ച് ഓടിയില്ല. ബാരൂക്ക് സധൈര്യം ആ നിയോഗം നിറവേറ്റുകയാണ്. 8-ാമത്തെ വാക്യത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. എന്താണ് ബാരൂക്ക് പോയി പറഞ്ഞത്? ജനം അനുദപിച്ചാൽ ദൈവം ക്ഷമിക്കും, അല്ലാഞ്ഞാൽ ബാബിലോൺ രാജാക്കന്മാരിലൂടെ യഹോവ തന്നെ ന്യായവിധി നടപ്പാക്കുമെന്ന അരുളപ്പാട് ശക്തമായി ബാരൂക്ക് പ്രഘോഷിക്കുകയാണ്. ജനത്തെ അത് അറിയിക്കുകയാണ്. തീർന്നില്ല, ജനത്തെ മാത്രമല്ല, രാജഗ്രഹത്തിലെ സകല പ്രഭുക്കന്മാരെയും ഈ കൽപ്പന വായിച്ചു കേൾപ്പിക്കുകയാണ്. രാജാവിനെ പോലും മുഖം നോക്കാതെ ഈ അരുളപ്പാട് അറിയിക്കുകയാണ്. എത്ര ധൈര്യത്തോടെ, എത്ര സമർപ്പണത്തോടെ, എത്ര ത്യാഗത്തോടെ ഈ ശുശ്രൂഷ ബാരൂക്ക് നിറവേറ്റി. തന്റെ പ്രിയ യജമാനനായ യിരെമ്യാവ് യഹോവയുടെ അരുളപ്പാടുകൾ അറിയിച്ചതിന്റെ പേരിൽ പീഡ അനുഭവിക്കുന്നത് നേരിൽ കണ്ടിട്ടും ഭയപ്പെടാതെ ജനത്തെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുക എന്ന വിലയേറിയ നിയോഗം നിറവേറ്റിയ ഭൃത്യനായിരുന്നു ബാരൂക്ക് എന്നുള്ളത് നാം ഒരു കാരണവശാലും വിസ്മരിപ്പാനായിട്ട് പാടില്ല. ഇത് നമുക്ക് ആവശ്യം ഈ ഒരു ശൈലിയാണ് പ്രിയരെ, ഈ ഒരു ശൈലിയാണ്. യേശു തമ്പുരാൻ മലമുകളിൽ നിന്ന് ശിഷ്യന്മാരെ താഴ്വാരങ്ങളിലേക്ക് നിയോഗം നൽകി പറഞ്ഞയക്കുന്ന ആ സംഭവത്തെ വിശദമായി രേഖപ്പെടുത്തിക്കുന്ന അധ്യായമാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ 11 ശിഷ്യന്മാർ ഗിലയിലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. നിങ്ങൾ എങ്ങനെയാണ് ലോകത്തെ വീണ്ടെടുക്കേണ്ടത്? വചനത്തിലൂടെയാണ്, വചനം പ്രഘോഷിക്കുന്നതിലൂടെയാണ്, വചനം പങ്കിടുന്നതിലൂടെയാണ് ലോകത്തെ വീണ്ടെടുക്കാൻ കഴിയുക.
എന്നിട്ട് എന്താ തമ്പുരാൻ പറഞ്ഞത്? ഈ നിയോഗം നിറവേറ്റുന്ന ശുശ്രൂഷയിൽ നിങ്ങൾ തനിച്ചല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ തനിച്ച് ചെയ്യേണ്ട വേലയല്ലത്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മൾ പലപ്പോഴും ഈ വേദഭാഗം വായിക്കുന്നത്, അല്ലെങ്കിൽ ഈ വേദഭാഗം പറയുന്നത്, ഈ വാക്യം ഉച്ചരിക്കുന്നത് മാരകമായ രോഗം ബാധിച്ച ഒരാൾ കഴിയുന്ന സമയത്താണ്. വലിയ പ്രതിസന്ധിയുടെ നടുവിൽ കഴിയുന്ന ഒരു കുടുംബത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴാണ്. പലവിധമായ പീഡനങ്ങൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുമ്പോഴാണ് നാം പലപ്പോഴും പറയുന്നത്, എന്തിനാ വിഷമിക്കുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ വാക്ക് പറഞ്ഞ കർത്താവേ എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും. എന്നാൽ യേശു തമ്പുരാൻ ആ ഒരു സാഹചര്യത്തിലല്ല ഈ ഒരു വാഗ്ദാനം തന്റെ ശിഷ്യന്മാർക്ക് നൽകിയത്. പിന്നെയോ ദൈവവചനം പ്രഘോഷിക്കുന്ന വഴികളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ശുശ്രൂഷ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ശുശ്രൂഷയല്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഐ ആം വിത്ത് യു. ദൈവവചനം ധൈര്യമായി ഏത് സാഹചര്യത്തിലും, ഏത് കാലങ്ങളിലും, ഏത് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും, എന്തുമാത്രം ഭീഷണിയുള്ള കാലങ്ങളിലുമൊക്കെ പ്രഘോഷിപ്പാൻ ധൈര്യമായി ഇറങ്ങിപ്പുറപ്പെടുന്ന ബാരൂക്കുമാരുണ്ടെങ്കിൽ ആ ബാരൂക്കുമാരോടൊപ്പം നിൽക്കാൻ ഒരു കർത്താവുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആര് ഈ കാലത്ത് ഭരിക്കട്ടെ, ഏതെല്ലാം പ്രതിസന്ധി ഉണ്ടാവട്ടെ, സാരയില്ല. ബാരൂക്കുണ്ടെങ്കിൽ ദൈവം കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഇതൊരു ഒരുമിച്ചുള്ള ശുശ്രൂഷയാണ്, പാർട്ടിസിപ്പേറ്ററി മിനിസ്ട്രിയാണ്. എന്റെ കൂടെ കൂട്ടുവേലക്കാരാകാൻ തയ്യാറാണെങ്കിൽ ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് വാഗ്ദത്തം നൽകി തമ്പുരാൻ ശിഷ്യന്മാരെ അയക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തന്റെ പ്രിയ യജമാനൻ ഇരമ്യാവ് യഹോവയുടെ അരുളപ്പാടുകൾ അറിയിച്ചതിന്റെ പേരിൽ പീഡയനുഭവിക്കുന്നത് നേരിൽ കണ്ടിട്ടും ഭയപ്പെട്ടു പോകാതെ സധൈര്യം ദൈവജനത്തെ മടക്കി വരുത്തുക ദൈവത്തിങ്കലേക്ക് എന്ന വിലയേറിയ നിയോഗം വളരെ സമർപ്പണത്തോടെ ഏറ്റെടുത്ത് നിറവേറ്റിയ ഭക്തനായ മനുഷ്യനായിരുന്നു ഈ ബാരൂക്ക് എന്നുള്ളത് നാം ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകളെ ഇന്ന് ഈ ഒരു ചിന്ത പങ്കുവെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി 3 കാര്യങ്ങൾ കൂടെ ഉണ്ട് ബാരൂക്കിനെ കുറിച്ച്. ബാരൂക്കായിരുന്ന 3 മേഖലകൾ കൂടെ നാം ഇനിയും നാളെ. ഇന്നൊരു കാര്യം നാം വളരെ ഗൗരവമായിട്ട് കാണണം. ദൈവവചനത്തിന്റെ ശുശ്രൂഷയിൽ വചനത്തോടുള്ള ബന്ധത്തിലാണ് നാം അനുഗ്രഹിക്കപ്പെടേണ്ടത്. അതൊരു കാരണവശാലും വിസ്മരിപ്പാനായിട്ട് പാടില്ല. വചനം എഴുതപ്പെടേണ്ടത് നമ്മുടെ ബുക്കിലല്ല, വചനം എഴുതപ്പെടേണ്ടത് നമ്മുടെ ഹൃദയമാകുന്ന മാംസപ്പലകമേലാണ്. അപ്രകാരം എഴുതപ്പെടുന്ന വചനം ഒരു രേഖയാണ്, ഒരു ജ്ഞാപകമാണ്, നമുക്ക് പങ്കിടാൻ എളുപ്പമാണ്, പാലിക്കാൻ നമുക്ക് സാധ്യമായി തീരും. വചനത്തിന്റെ സാരം സത്യമാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറുമെന്നുള്ളതിന് സംശയമില്ല. മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന മാരകമായ അപൂർവമായ രോഗം ബാധിച്ച് മരണക്കിടക്കയിൽ കഴിയുന്ന സുമതി ബേബി എന്ന ഒരു അമ്മയെ ഞാൻ അടുത്ത സമയത്ത് കണ്ടു. അവരുടെ ചരിത്രം നമ്മളെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ചരിത്രമാണ്. മധുരയിൽ ജനിച്ച ഒരു സ്ത്രീയാണ്. അപ്പന് ജനിച്ച ഇരട്ട മക്കളിൽ ഒരാളാണ്. അപ്പനൊരു അമ്പലത്തിലെ പൂജാരിയായിരുന്നു. അവരുടെ മതപ്രകാരം പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ 2 ഇരട്ട മക്കൾ ഒരുമിച്ചൊരു വീട്ടിൽ വളരുന്നത് ആ കുടുംബത്തിന് ദോഷമാണെന്ന് പൂജാരി പറഞ്ഞതിന്റെ പേരിൽ ഒരു മകളെ എവിടെയെങ്കിലും ഉപേക്ഷിക്കാനായിട്ട് ഈ അപ്പൻ മകളുമായി മധുര റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. ഖിന്നനായി ഈ അപ്പനെയും ഈ മകളെയും കണ്ടപ്പോൾ അന്ന് നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കാത്തുനിന്ന എം ഇ ചെറിയാൻ സാറ് ഈ അപ്പനെയും മകളെയും കാണുകയാണ്. ദൈവാത്മാവിന്റെ പ്രേരണയാൽ എം ഇ ചെറിയാൻ സാർ ഈ അപ്പന്റെ അടുക്കൽ ചെന്ന് സങ്കടത്തോടെ ഇങ്ങനെ അപ്പനോട് ചോദിച്ചു, എന്തോ പ്രയാസമുണ്ടല്ലോ, എന്താണ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന കാര്യം? ഈ മനുഷ്യൻ തന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. എനിക്ക് 2 ഇരട്ട മക്കളാണ്, ഒരുമിച്ച് വളരാൻ പാടില്ലെന്ന് എന്റെ അടുക്കൽ പ്രശ്നം നോക്കി പറഞ്ഞ ഒരു പൂജാരി പറഞ്ഞു. ഈ മകൾ എവിടെയെങ്കിലും ഉപേക്ഷിപ്പാൻ പോവുകയാണ്. എം ഇ ചെറിയാൻ സാർ പറഞ്ഞു, ഈ മോളെ എനിക്ക് തരാമോ? ഞാൻ അവളെ എന്റെ മകളെ പോലെ വളർത്തിക്കൊള്ളാം.
എം ഇ ചെറിയാൻ സാർ ആ കുട്ടിയെ കൂട്ടി സാറിന്റെ കെയർ ഓഫിൽ നടക്കുന്ന കോഴിക്കോട്ടെ രഹോബോത്ത് എന്ന ഓർഫണേജിൽ കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചു. അവിടെ ആ കുഞ്ഞ് വളർന്നു, മിടുക്കിയായി പഠിച്ചു, കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അവളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ സന്തോഷം വേദപുസ്തകം കാണാതെ പഠിക്കുക എന്നുള്ളതായിരുന്നു. ദൈവവചനം വളരെ ആഴമായി പഠിക്കാൻ താല്പര്യപ്പെട്ട ഒരു പെൺകുട്ടിയായി അവൾ വളർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സുമതി ബേബി എന്നാണ് അവരുടെ പേര്. പൂജാരിയൊക്കെ മരിച്ചു, അവരന്നേ കൊച്ചിനെ ഉപേക്ഷിച്ചതാണ്. സുമതി ബേബി വിവാഹം കഴിച്ചു, ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ കൊടുത്തു. ഇന്നവർ ഈ കോട്ടയത്ത് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന പുതുപ്പള്ളിക്കടുത്ത് അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്ത് മകളോടൊപ്പം അവരുടെ വീട്ടിലുണ്ട്. മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന അപൂർവമായ ഓർമ്മ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രോഗത്തിന്റെ പിടിയിലമർന്ന് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിലാണ് ഈ അമ്മ ഇപ്പോൾ. ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഈ അടുത്ത സമയത്ത് ഈ അമ്മയെ കാണാൻ ഒരു അവസരം ഉണ്ടായി. അപ്പോൾ അമ്മയുടെ മകളും മരുമകനും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ അച്ഛ, ഈ അമ്മ എല്ലാം മറന്നുപോയി, ഞങ്ങളെ പോലും അറിയത്തില്ല, മോളെ തിരിച്ചറിയത്തില്ല, ആരുടെയും പേരറിയത്തില്ല. എന്നാൽ വേറെ പുസ്തകം അരിയിലിരുന്ന് വായിച്ചാൽ ഈ അമ്മയുടെ കണ്ണു തുറക്കും. വായിച്ചു നിർത്തുന്നതിന്റെ ബാക്കി വാക്യങ്ങൾ ഈ അമ്മ പറയും. വേറെ ഭാഗം പറഞ്ഞു കൊടുത്താൽ മതി, ഉറക്കെ ആ വേറെ ഭാഗം പറയും, അതിന്റെ ബാക്കി പറയും. ഇതൊരു അത്ഭുതമാണ്, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാനൊരു നേർസാക്ഷ്യം പറഞ്ഞതേ ഉള്ളൂ. ഈ അമ്മ ഇന്നും ഉണ്ട്. ഓർമ്മ മങ്ങിയാലും മറവി നമ്മെ വല്ലാതെ ബാധിച്ചാലും വചനം നിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് മോട്ടോർ ന്യൂറോൺ ഡിസീസിനെയും അതിജീവിപ്പാൻ തക്കവണ്ണം ഈ വചനം കരുത്ത് നൽകും. അതുകൊണ്ടാണ് മാസിലാമണിയച്ചൻ ഇപ്രകാരം പറഞ്ഞത്, ക്യാരി ദ ബൈബിൾ when you are young, when you become old, the Bible will carry you. നീ യൗവനക്കാരനായിരിക്കുമ്പോൾ ചുമക്കാൻ പറ്റുന്ന സമയത്ത്, വചനം എടുക്കാൻ പറ്റുന്ന സമയത്ത് നീ വചനം എടുത്താൽ, നീ വചനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, നീ ക്ഷീണിതനായി തീരുമ്പോൾ വചനം നിന്നെ ചുമക്കും. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ ചിന്തകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവഭാഗമേ തന്നെ സമർപ്പിക്കാം. വചനത്തെ ഗൗരവമായിട്ട് കാണാം. ബാരൂക്ക് അനുഗ്രഹിക്കപ്പെട്ടത് സാമ്പത്തിക വഴികളിലല്ല, ഭൗതിക നേട്ടങ്ങളിലല്ല. ബാരൂക്ക് അനുഗ്രഹിക്കപ്പെട്ടത് വചനത്തോടുള്ള ബന്ധത്തിലാണ്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ 3 ദിവസമായി 200ഓളം ഡിവൈസസിൽ എത്രയോ പേരാണ് അതിരാവിലെ എഴുന്നേറ്റ് വചനം പഠിക്കാൻ ആവലോടെ കാത്തിരിക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നാം കേൾക്കുന്ന വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ. അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടവരാ ജീവിപ്പാൻ നമുക്ക് സാധ്യമായി തരട്ടെ. ദൈവഭാഗം നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം.